നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ടാവും നമുക്ക്. അത് ചിലപ്പോൾ നമുക്ക് ഇഷ്ട ജോലിയായിരിക്കാം, അല്ലെങ്കിൽ വിദേശത്ത് പോകുന്നതായിരിക്കാം, സന്താന ഭാഗ്യമായിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു വിവാഹബന്ധമായിരിക്കാം, ഇഷ്ടമുള്ളൊരു വാഹനം വാങ്ങണമെന്നായിരിക്കാം, ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കോഴ്സിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാനോ അങ്ങനെ ചേരാനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, പലതരത്തിലുള്ള ആവശ്യങ്ങളായിരിക്കും നമുക്ക്. അതായത് നമ്മുടെ ന്യായമായ ആവശ്യം ഏതെങ്കിലും ഒരാവശ്യം ഉണ്ടെങ്കിൽ, അതായത് മറ്റുള്ളവർക്ക് ദോഷമൊന്നുമില്ലാത്ത നമ്മുടെ ആത്മാർത്ഥമായൊരാഗ്രഹം, നല്ലൊരാഗ്രഹമാണെങ്കിൽ അത് പെട്ടെന്ന് സാധിക്കാൻ വേണ്ടിയുള്ളൊരു ലളിതമായ വഴിപാടിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. വലിയ ക്യാഷ് ചിലവൊന്നുമില്ലാതെ ചെയ്യുന്നൊരു വഴിപാടാണ്. നമ്മൾ മഹാവിഷ്ണുവിന് ചെയ്യേണ്ട ഒരു വഴിപാടിനെ പറ്റിയാണ് പറയുന്നത്. അത് മറ്റൊന്നുമല്ല, നെയ്യ് വിളക്ക് തെളിക്കലാണ്. അതായത് മഹാവിഷ്ണുവിന് നെയ്യ് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക, അതാണ് വഴിപാട്. അതിന് എല്ലാ ദിവസവും ഒന്നും വേണ്ട, വ്യാഴാഴ്ചകളിൽ മാത്രം ചെയ്താൽ മതി. അടുത്ത മഹാവിഷ്ണു ക്ഷേത്രം മഹാവിഷ്ണുവിൻ്റെ അവതാരമൂർത്തികളായാലും മതി. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് നെയ്യ് വിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കുക, ആഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിക്കുക. എത്രത്തോളം ചെയ്യണം എന്നത് നമ്മുടെ ആത്മാർത്ഥ ഭക്തിയെയും നമ്മുടെ ആഗ്രഹത്തിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ചെയ്തു വന്നാൽ, നമ്മുടെ മനസ്സിലുള്ളൊരാഗ്രഹം പറഞ്ഞത് ചെയ്തു വന്നാൽ, നമ്മുടെ ആത്മാർത്ഥമായ ആഗ്രഹവും നമ്മുടെ സമർപ്പണത്തോടെയുള്ളൊരു വിശ്വാസവും ത്തോടെ ഇത് ചെയ്താൽ ഭഗവാൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആഗ്രഹ സാഫല്യം നൽകുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഈ വഴിപാടെന്നല്ല, എന്ത് വഴിപാട് ചെയ്യുമ്പോഴും അതിന് മുന്നേ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്ര ദർശനത്തിന് മുന്നേ നമ്മൾ കുലദേവത, ഗണപതി ഇവരെയൊക്കെ നന്നായി സ്മരിച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ ചെല്ലാനായിട്ട്. ഇഷ്ടദേവതയെയും കൂടി പ്രാർത്ഥിക്കണം. എന്നിട്ട് നമ്മൾ ഈ വഴിപാട് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഫലപ്രദം. അപ്പോൾ വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണുവിന് നെയ്വിളക്ക് തെളിച്ച് ആഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിക്കുക. എല്ലാവരുടെയും ആഗ്രഹം എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ ചെറിയ അറിവുകൾ നിങ്ങളിലേക്കും ഇതുപോലെ വരുന്നതാണ്.